ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചാപ്മാൻ സ്പീക്കിലോട്ടാണ്. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ വിചാരിച്ചതാണ് ഇനി ഇവിടെ പോകുമ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. എന്തുകൊണ്ടായിരിക്കും ചാപ്മാൻ സ്പീക്കിനെ ബെസ്റ്റ് സീനിക് ഡ്രൈവ് ഇൻ ദ വേൾഡ് ആയിട്ട് അറിയപ്പെടുന്നത്? അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി മനസ്സിലാവും. ഈ ഒരു റോഡ് ജോൺ ചാപ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ കാരണമാട്ടോ ഇവിടെ വന്നത്. സത്യം പറഞ്ഞാൽ അവരെയും അവരുടെ ആ ഹോൾ ടീമിനെ നമ്മൾ നമിക്കണം. കാരണം ഈ റോഡ് തുടങ്ങുന്നിടം തൊട്ട് അതിൻ്റെ അവസാനം വരെ അതിൻ്റെ ഓരോ വർക്കും, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ബാക്കിൽ അവരെടുത്ത എഫേർട്ടും കുറച്ചൊന്നും ആയിരിക്കില്ല. കാരണം 7 വർഷത്തോളം എടുത്തു ഈ ഒരു റോഡ് ഇവരെ കൺസ്ട്രക്ഷൻ ചെയ്യാനൊക്കെ ഉണ്ട്. 1915 അവരിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒഫീഷ്യലി അത് ഓപ്പൺ ആകുന്നത് 1922. പിന്നെ വിൻഡി ഡേയ്സിലൊന്നും ഇവിടെ ഈ റോഡ് ക്ലോസ്ഡ് ആയിരിക്കും. കാരണം റോക്ക് വോൾസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ കുറേ അധികം ആൾക്കാർ സൈക്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ഓടാന്, അതേപോലെ ഹൈക്കിങ്, പിന്നെ ജസ്റ്റ് ഡ്രൈവ് പോലെ. പിന്നെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. പിന്നെ ഇത് എപ്പോഴും 24 hours ഓപ്പണും അല്ല. സമ്മർ ആകുമ്പോഴത്തേക്ക് ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും. വിൻ്റർ ആകുമ്പം കുറച്ചും കൂടെ നേരത്തെ അവർ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.